ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ന്യൂസ് റിപ്പോർട്ട്? ₹1 ചെലവ് പോലും അവള് തന്നിട്ടില്ല. എന്റെ ബർത്ത്ഡേ പോലും ഞാൻ മിഠായി ഓടിക്കാറില്ല. അപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് നമുക്ക് ദേവികനെ ബീച്ചിലൊന്നിടാം. അപ്പൊ 16 ദിവസം കഴിഞ്ഞാൽ ഇഡ്ഡലി സാമ്പാർ വട എല്ലാം കിട്ടും. തുണിന്നാ പറഞ്ഞോ ഷിപ്പേറെ കുറന്ന് 11:30 ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വൈകി, അത്ര ഉള്ളൂ. അതായത് ഇവളുടെ വീട്ടിൽ കുളിക്കുന്ന സോപ്പ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവക്കെല്ലാം 50 മേടിച്ച് ഇവളല്ലേ ചെലവരേണ്ടത്. ഞാൻ 50 രൂപ കണ്ടോ വന്നേക്കണേ. 50 രൂപ പിന്നല്ലോ 500 കൊണ്ടുവന്നു ഞാൻ. അപ്പൊ കൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. സോപ്പ് ഇറുന്ന കേട്ടത്. പാചകം സോപ്പ് അടിച്ചരാം. നിസ്സാരം, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. നിസ്സാരം, come on. നിസ്സാരം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷമാണ് നാം ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണത്. നമ്മൾ പണ്ടൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ വ്ളോഗ്, പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും പുറത്ത് പോകുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. നമ്മൾ എപ്പോഴും മിനി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിച്ചിട്ട് ഇങ്ങനെ വലിയ വീഡിയോ ആയിട്ട് ഒരു മിനി വ്ളോഗ് അല്ലല്ലോ, ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല എത്രത്തോളം ശരിയാവുന്നൊന്നും. പണ്ടത്തെ അതിൽ എനിക്കിങ്ങനെ ആൾക്കാരെ വെച്ച് ഇങ്ങനെ വലിയ കാര്യമായിട്ട് സംസാരിച്ച് വീഡിയോ എടുക്കാനൊന്നും ഇപ്പോൾ ഒരു ഇതില്ല. എന്നാലും ഇന്ന് നമ്മൾ മാക്സിമം നോക്കുന്നു ഗൈസ്. പിന്നെ ഇന്ന് നമ്മൾ ബീച്ചിലൊക്കെയാണ് പോണത്. ഇപ്പോൾ എന്തായാലും ഞാൻ എഴുന്നേറ്റ് വന്ന് നേരെ ഒന്ന് വീഡിയോ എടുക്കണ്ടോ, വല്ലതും വെച്ചിട്ടില്ല. ഞാനൊരു 8:45 ആ ഒരു സമയത്താണ് എഴുന്നേറ്റുണ്ടായിരുന്നു. ഇപ്പോഴും ഏകദേശം ആ സമയം തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ പല്ലൊക്കെ തേച്ച് റെഡിയായിട്ട് നമുക്ക് പോകേണ്ടതാണ്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റാൻഡിലെത്തിയിട്ട് അങ്ങനെ ഫ്രണ്ട്സായിട്ട് പോലാണ്. അപ്പോൾ എന്തായാലും വേഗം തന്നെ വീഡിയോ എടുക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അത്രയുള്ള കേസ് നമുക്ക് വേഗം തന്നെ വീഡിയോ പോകാം. അപ്പോൾ അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ റെഡിയാക്കി ആയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുകയാണ്. പിന്നെ എനിക്ക് പോണ വഴി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ലേറ്റാണ്. അങ്ങനെയുമല്ല, വഴിയിൽ നിറച്ച ആൾക്കാരുമായിരുന്നു, അറിയുന്ന ആൾക്കാർ. അതുകൊണ്ട് അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് എടുക്കാൻ എനിക്ക് എന്തോ മാതിരി. അപ്പം പണ്ടത്തെ ഒരു കോൺഫിഡൻസ് കൂടെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം. അതുകൊണ്ടാണ്. എന്നിട്ടും ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം, സംസാരിച്ചിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ചങ്കൊക്കെ വന്ന് അവൾ കുറേ നേരം എൻ്റെ പോസ്റ്റ് ആക്കി കേട്ടോ. അവിടെ റെഡിയാക്കി ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിന് എടുത്തിട്ട് ആദ്യം പിന്നെ ഓട്ടോന് പോകണ്ടായിരുന്നു. അപ്പോൾ ഈസേ നമ്മൾ നമ്മുടെ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇച്ചിരി വൈകിപ്പോയി, 10 മണിന്നാ പറഞ്ഞോ ഷിപ്പേറെ കുറന്ന് 11:30 ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വൈകി, അത്ര ഉള്ളൂ. അതായത് ഇവളുടെ വീട്ടിൽ കുളിക്കുന്ന സോപ്പ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 50 മേടിച്ച് ഇവളല്ലേ ചെലവരേണ്ടത്. ഞാൻ 50 രൂപ കണ്ടോ വന്നേക്കണേ. 50 രൂപ പിന്നല്ലോ 500 കൊണ്ടുവന്നു ഞാൻ. ഗൈസ്, നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ യൂട്യൂബേഴ്സിന് ഇങ്ങനെ 1K ഇങ്ങനെ 50K ആകുമ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ കേക്കൊക്കെ മേടിച്ചു കൊടുക്കണത്. ഗൈസ് എൻ്റെ ഫ്രണ്ട്സിന് നോക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോപ്പ് ഇറുന്ന കേട്ടത്. പാത്രം സോപ്പ് അടിച്ചരാം. എടീ നോക്കിയിട്ട് നല്ല കിടല സീറ്റ് അവിടെ പോയിരുന്നു. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. അതന്നെ വ്യാവും നല്ല ലുക്ക്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ന്യൂസ് റിപ്പോർട്ട്? ₹1 ചെലവ് പോലും അവള് തന്നിട്ടില്ല. എന്റെ ബർത്ത്ഡേ പോലും ഞാൻ മിഠായി ഓടിക്കാറില്ല. അപ്പോഴാണ്. എന്നാലും 50 മേടിച്ചല്ലേ. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ സർപ്രൈസ് ചെയ്യണത് ഫ്രണ്ട്സ് വന്നിട്ട്. ഞങ്ങൾ ചെയ്യണോ? നിങ്ങൾക്ക് റിച്ച് ആണ്. സർപ്രൈസ് ആയിട്ട് നമുക്ക് ദേവികനെ ബീച്ചിലൊന്നിടാം. അപ്പൊ 16 ദിവസം കഴിഞ്ഞാൽ ഇഡ്ഡലി സാമ്പാർ വട എല്ലാം കിട്ടും. അതെ അതെ. അപ്പൊ ഈ ഞാൻ നേരത്തെ കാണിച്ച കാണണല്ലേ ഒരു കസേര മാതിരിയുള്ള ഒരു മരത്തിന്റെ മണ്ടേ കയറി നിൽക്കണേണ്. നല്ല രസമുണ്ട് കൈസിന്റെ മണ്ടേ കയറി നിന്നിട്ട് ഇങ്ങനെ വ്യൂ. നമ്മളവിടെ എന്തൊക്കെയോ ചെയ്യണേണ്. ബീച്ചിന്റെ സൗന്ദര്യം നോക്കിക്കണേ. നമ്മളിവിടെ ഇങ്ങനെ വലിയ വ്യൂ ഒക്കെ നോക്കിക്കണേണ്. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഒക്കെ ഇൻസ്റ്റയിൽ വെറുപ്പിക്കും. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക. അതൊക്കെ തന്നെ നല്ല വൈബുണ്ട്. എന്തായാലും നല്ല മരമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല ഈ സത്യം പറയാൻ പറയണമെന്ന്. പിന്നെ കേൾക്കണ്ടെന്ന് അറിയില്ല, കാരണം ബീച്ചാണല്ലോ, നല്ല ഈ കാറ്റിൻ്റെ ശബ്ദം ഉണ്ടാവും. മൈക്കാണ് എടുത്തിട്ടുണ്ടായില്ല. അവൾ വന്നുണ്ട്. ഓക്കെ, ഫോട്ടോ എടുപ്പിക്കട്ടെ കുറേ. പിന്നെ ബീച്ചിൽ പ്രത്യേകിച്ച് അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല വൈബായിരുന്നു. പിന്നെ കാല് പോലും നനയ്ക്കാൻ പോയിട്ടുണ്ടായില്ല. കാരണം മുന്നേ നമ്മ പോയിട്ട് കാലൊക്കെ നനച്ചാകെ ചീഞ്ഞൊരു അനുഭവം ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ പിന്നെ കാല് പോലും നനയ്ക്കാൻ പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായില്ല. പിന്നെ ഇവൾമാരെന്നെ പിടിച്ച് ഉന്തിലാരൊക്കെ നോക്കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീണിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഉപ്പ് സോഡയൊക്കെ കുടിച്ചിട്ട് ഓട്ടോനെ തന്നെ തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് തന്നെ കേട്ടോ. നിസ്സാരം, 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 നമ്മളെ കൊണ്ട് പറ്റും. ഒന്നുകൂടെ നിസ്സാരം, നിസ്സാരം, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. നിസ്സാരം, come on. നിസ്സാരം.
നെക്സ്റ്റ്. അങ്ങനെ നമ്മളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പറവൂർക്ക് എത്തുന്നതാണ്. എന്നിട്ടാണ് നമ്മുടെ മെയിൻ സംഭവം, ഐ മീൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ ആയിട്ടുള്ള 50Kൻ്റെ ചിലവ്. ഇവൾമാർ ഈ 50K ആയപ്പോൾ തൊട്ട് ചോദിക്കുകയാണ് 50Kൻ്റെ ചിലവ് എവിടെയെന്ന്. അപ്പോൾ എന്തായാലും ചിലവിനാണ് ഇന്ന് മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഷവർമ്മ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് മേടിച്ച് കൊടുക്കുകയാണ്. പിന്നെ മറ്റവൾക്കാണെന്നുണ്ടെങ്കിൽ ഷെയ്ക്കോ എന്ന് പറഞ്ഞു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഷെയ്ക്കോ തരുന്നത്. കാരണം നമുക്കിപ്പോൾ കുടിക്കാനാണ് മെയിനായിട്ട് വേണ്ടതിൽ തണുത്തിട്ടുള്ളത്. കാരണം പുറത്തൊക്കെ നല്ല വെയിലാണ്. പിന്നീട് ആദ്യം ഷവർമ്മ മാത്രം മതി എന്ന് പറഞ്ഞാൽ ആൾ പിന്നീട് ഷെയ്ക്കും മേടിച്ച് കുടിക്കണ്ടാറ് കേട്ടോ. കാരണം ഞങ്ങൾ മാത്രം കുടിക്കുമ്പോൾ അവൾ നോക്കിയിരിക്കണ്ടേ. അതും പറഞ്ഞ് അവൾ ഷവർമ്മ മേടിച്ചപ്പോൾ മറ്റവൾ നോക്കിയിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഷെയ്ക്കാട്ടോ. അപ്പോൾ 2 ബട്ടർ സ്കോച്ചും പിന്നെ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവളാണെന്നുണ്ടെങ്കിൽ പയ്യെ ഇങ്ങനെ തിന്നിങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്കാണെങ്കിൽ പെട്ടെന്ന് പോയാൽ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കിട്ടുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് നിർത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഫിനിഷ് ആക്കിയിട്ട് പോണേണ്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് വെച്ചാലുണ്ടല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അതായത് മറ്റേ ഡാസ്ലറിൻ്റെ 25 ഷെയ്ഡില്ലേ, ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്നത് ആ ഷെയ്ഡായിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. പിന്നെ നേരെ ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവൾക്ക് എന്തോ ബുക്കൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മേടിക്കേണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഫോൺ ബാക്ക് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ആൾക്കാരതിൽ വട്ടണമെന്നൊക്കെ വിചാരിക്കും. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഈ സംസാരിക്കാൻ പ്രത്യേകിച്ചൊന്നും കിട്ടണില്ല റോട്ടിലാണ് സംസാരിക്കണതെന്ന്. അപ്പോൾ അടിപൊളിയായിരുന്നു. എന്തായാലും അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് അറിയാലോ എനിക്ക് അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ തീരെ എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ കൂടി എനിക്ക് ഈ ലിപ്സ്റ്റിക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോ. ഇത് ഞാൻ അവളുടെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ഇതൊരു മിനി ലിപ്സ്റ്റിക് ആയിരുന്നു. മറ്റേ നമ്മൾ വീഡിയോയിലൊന്നും കാണുന്ന അത്രക്കും വലിയ ലിപ്സ്റ്റിക് അല്ല. വലുതിനെന്തോ 200 അടുത്തെന്തോ കാശുണ്ട്. ഞാൻ 200 രൂപക്കൊന്നും ലിപ്സ്റ്റിക് മേടിക്കാൻ എനിക്ക് ഒരു ഇതില്ല. കാരണം ഞാൻ വല്ലപ്പോഴും ഇടോളും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താ 90 രൂപ എന്നുള്ളതാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ചെറുത് ഇട്ടണേ ഞാൻ ചിലപ്പോൾ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടണമല്ലോ. എന്തായാലും കേസ് എനിക്ക് പണ്ടത്തെ ഒരു കോൺഫിഡൻസ് ഇട്ടിക്കാനായിട്ട് ഇങ്ങനെ നടു റോട്ടിൽ വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അന്നൊക്കെ എടുത്തിരുന്നത് ഫ്രണ്ട് ക്യാമറയിലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ശരിക്കും സ്ക്രീൻ തലതിരിച്ച് പിടിച്ച് മനസ്സിലായെന്ന് വിചാരിക്കണം ബാക്ക് ക്യാമറയിൽ എടുക്കണത്. ശരിക്കും ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കും. ശരിക്കും ഇവിടെ നിന്നാണ് ലയിച്ചിങ്ങനെ വന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ മേന ഉണ്ടാവും. പക്ഷേ ഇങ്ങോട്ട് നോക്കുമ്പോൾ തീരെ മേന ഉണ്ടാവില്ല. നല്ല ഡാർക്കായിരിക്കും, അറിയില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റില്ലല്ലോ. ശരിക്കും ഇതാണ് ഭംഗി ആണെന്ന് വിചാരിക്കണം. എനിക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പണ്ടത്തെ സ്റ്റില്ല് നമുക്ക് തിരിച്ച് കിട്ടിയേക്കണമെങ്കിൽ ഇങ്ങനെ. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് വ്ളോഗ് എടുക്കാൻ അറിയാത്ത എന്നാലും വ്ളോഗ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടീൻ്റെ ഒരു ഈ വ്ളോഗായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ ഫണ്ണായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ കളഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇങ്ങനെ വ്ളോഗ് എടുക്കാത്തതാണ്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാത്തതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ ഗൈസ്.